കേരളത്തിലെ ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് മെയ് 2 മുതൽ മാറ്റം നിലവിൽ വരും. ഇനി മുതൽ റോഡ് ടെസ്റ്റിന് ശേഷം മാത്രമായിരിക്കും എച്ച് ടെസ്റ്റ് അനുവദിക്കുക. നിലവിലെ റോഡ് ടെസ്റ്റ് രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടായിരിക്കും പുതിയ രീതിയിലേക്ക് മാറുക. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റിലെ മാറ്റങ്ങൾ സംബന്ധിച്ച വിശദമായ സർക്കുലർ പുറത്തിറക്കുമെന്നും ഗതാഗത കമ്മീഷണർ അറിയിച്ചു. സുപ്രധാനമായ മറ്റൊരു തീരുമാനത്തിൽ ഒരു ദിവസം നൽകുന്ന മൊത്തം ഡ്രൈവിംഗ് ലൈസൻസുകളുടെ എണ്ണം 60ആയി നിജപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യമായി ടെസ്റ്റിൽ പങ്കെടുക്കുന്ന 40 പേർക്കും അതോടൊപ്പം മുൻപ് ടെസ്റ്റിൽ പരാജയപ്പെട്ട 20 പേർക്കുമുള്ള റീടെസ്റ്റ് എന്ന നിലയിലായിരിക്കും ലൈസൻസ് നൽകുക. പ്രതിദിനം 30 പേർക്ക് മാത്രം ലൈസൻസ് എന്നതും ഒപ്പം റോഡ് ടെസ്റ്റിൽ കർശന രീതികൾ എന്നിവയുമാണ് ഗതാഗത മന്ത്രി കെ ഗണേഷ് കുമാർ ആദ്യം നൽകിയ നിർദ്ദേശം. മന്ത്രിയുടെ ഈ തീരുമാനത്തിൽ ഇളവ് വരുത്തിയാണ് പ്രതിദിനം ലൈസൻസുകളുടെ എണ്ണം 30-ൽ നിന്ന് 60ആക്കി ഉയർത്തിയിരിക്കുന്നത്. പുതിയ ട്രാക്കുകൾ തയ്യാറാക്കുന്നതിനാൽ എച്ച് ടെസ്റ്റ് തുടരുമെന്നും മന്ത്രി അറിയിച്ചു. പുതിയ ട്രാക്ക് ഒരുക്കി ടെസ്റ്റ് നടത്താനുള്ള സൗകര്യങ്ങൾ പൂർത്തിയാകാത്ത സാഹചര്യത്തിലാണ് നിർദ്ദേശം. പ്രതിദിനം 100-ലധികം ലൈസൻസ് നൽകിയ ഉദ്യോഗസ്ഥരെ കൊണ്ട് പരസ്യമായി മോട്ടോർ വകുപ്പ് പരീക്ഷയും നടത്തിച്ചു. 15 ഉദ്യോഗസ്ഥരെയായിരുന്നു ഇത്തരത്തിൽ പരസ്യ പരീക്ഷ. പ്രതിദിനം 100-ലധികം ലൈസൻസ് നൽകുന്ന 15 MEA-മാരെയുമാണ് തിരുവനന്തപുരം മുട്ടത്തറയിൽ വിളിച്ചു വരുത്തി പരസ്യ പരീക്ഷ നടത്തിയത്. സമയക്രമം സംബന്ധിച്ച ഇവർ നടപടികൾ കൃത്യമായി പാലിക്കുന്നില്ല എന്നാണ് മന്ത്രി തന്നെ ആരോപിക്കുന്നത്. അതേസമയം പരസ്യ പരീക്ഷയിൽ പങ്കെടുക്കാനെത്തിയവരിൽ ഭൂരിഭാഗം പേരും ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റിൽ പരാജയപ്പെടുകയും ചെയ്തു.